السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു ഈ വിശുദ്ധ റമളാനിലൂടെ രക്ഷപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ നന്മകളുടെ വസന്തകാലമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് നന്മകൾ, നല്ല ശീലങ്ങൾ ജീവിതത്തിൽ ശീലിച്ചെടുക്കേണ്ടുന്ന ഒരു മാസമാണ് റമളാൻ. അത്തരം ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും റമളാൻ കഴിഞ്ഞും അത് തുടരാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ റമളാൻ കൊണ്ട് വലിയ പ്രയോജനം നമുക്കൊക്കെ ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ അദ്വമുഹ, അത് നാം പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. വൈൻ ഖല്ല, അത് എത്ര കുറവാണെങ്കിലും. കർമ്മങ്ങളുടെ ആധിക്യമല്ല, അത് പതിവായി ചെയ്യാൻ നാം കാട്ടുന്ന ശുഷ്കാന്തിയും താല്പര്യവുമാണ് അള്ളാഹു ആ കർമ്മത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചെടുക്കേണ്ടുന്ന ഏതാനും നന്മകളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ നസീഹത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് റവാത്തിബ്, സുന്നത്ത് നമസ്കാരങ്ങളാണ്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടതിൻ്റെ വീണ്ടെടുപ്പാണ്. ഫർള് നമസ്കാരങ്ങളിൽ സംഭവിക്കാവുന്ന പോരായ്മകൾ, വീഴ്ചകൾ, അതൊക്കെ പരിഹരിക്കാനാണ് ഈ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ. ഒരാൾ ഒരു ദിവസം 12 റക്അത്ത് റവാത്തിബ് നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെടും എന്ന്. മൻ സല്ല ഫി യൗമിൻ വലൈലത്തിൻ സിൻതൈ അശറത റക്അത്തൻ, ഒരാൾ രാവും പകലുമായി 12 റക്അത്ത് സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചാൽ ബുനിയ ലഹു, അദ്ദേഹത്തിനായി പണിയപ്പെടുന്നു ബൈത്തുൻ, ഒരു വീട്, ഫിൽ ജന്ന, സ്വർഗത്തിൽ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വീട് പണിയാൻ എത്രയാണ് അധ്വാനിക്കുന്നത്. അതിൻ്റെ പ്ലോട്ട്, സ്ഥലം ശരിയാക്കി, പിന്നീട് അതിൻ്റെ പ്ലാന്, അതിൻ്റെ ഫൗണ്ടേഷൻ, അങ്ങനെ തുടങ്ങി ഒരു താമസിക്കുന്ന ഒരു പരുവത്തിൽ ആ വീട് എത്തിപ്പെടും വരെ എത്ര അധ്വാനമാണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ ഉടമ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, അതുതന്നെയും നമ്മുടെ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്.
എന്നാൽ മരണത്തിന് ശേഷം അനശ്വരമായ ജീവിതത്തിൽ സ്വർഗത്തിൽ സ്വന്തമായി ഒരു വീട് ലഭിക്കുന്ന ഈ ഒരു കാര്യത്തിന് എത്രയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്? നോക്കൂ, നാം ളുഹർ നമസ്കാരത്തിന് മുമ്പ് ഒരു 4 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുന്നു. 4. ളുഹറിന് ശേഷം 2 നമ്മൾ നമസ്കരിക്കുന്നു, 6 ആയി. മഗ്രിബ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും ശേഷം ഈ 2 വീതം, അപ്പം എത്രയായി? 10 അല്ലേ? ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് 2. ഇങ്ങനെ സിന്തൈ അശ്റത്ത റക്അത്തൻ 12 റക്അത്ത് നമസ്കാരങ്ങൾ രാവും പകലുമായി ഒരു വ്യക്തി റവാത്തിബായി നമസ്കരിച്ചാൽ എന്താ ലഭിക്കുന്നത്? സ്വർഗത്തിൽ ഒരു വീടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റവാത്തിബ്. തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം. ഫർള് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള നമസ്കാരത്തിനാണ് റവാത്തിബ് എന്ന് പറയുക. അതിനെക്കുറിച്ചാണ് ഇപ്പം ഈ പറഞ്ഞത്. അതൊരു ദിവസം 12 റക്അത്ത് നമസ്കരിച്ചാൽ നല്ല ആത്മാർത്ഥമായ നിയ്യത്തോടുകൂടി ഈ ഒരു ബോധ്യത്തോടുകൂടി നമസ്കരിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഒരു കാര്യം തഹജ്ജുദ് നമസ്കാരമാണ്. റവാത്തിബിനെ കുറിച്ച് നാം പറഞ്ഞു, അത് നഷ്ടപ്പെടുന്നതിൻ്റെ വീണ്ടെടുപ്പാണെന്ന് പറഞ്ഞു അല്ലേ? തഹജ്ജുദ് അള്ളാഹുവുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണമാണ്. തഹജ്ജുദ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്നുണ്ട്, വമിനൽ ലൈലി, രാത്രിയിൽ, ഫതഹജ്ജദ്, എഴുന്നേറ്റ് നമസ്കരിക്കൂ. ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനാണ് എന്താ പറയുക? തഹജ്ജുദ്. ബിഹി, അതുമായി, ഏതുമായി? വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുക. എന്നാൽ നാഫിലത്തല്ലക്കലെ, അതൊരു ഐച്ഛികമായ അധികമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ നിർവഹിക്കുമ്പോൾ അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, അള്ളാഹു സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശീലിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു മാസമാണ് റമളാൻ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും അത്താഴത്തിന് എഴുന്നേൽക്കും. പല നന്മകളും, നേരത്തെ പറഞ്ഞതുപോലെ പല നന്മകളും നമ്മൾ ജീവിതത്തിൽ ശീലിക്കുന്നത് റമളാനിലാണ്. ഇപ്പം താടി വെക്കാത്തവർ താടി വെച്ച് തുടങ്ങുക റമളാനില്ല. ചിലർ റമളാൻ കഴിഞ്ഞാൽ അങ്ങ് വെടിച്ച് കളിയും. എന്നാലും പല നന്മകളൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുക റമളാനിലാണ് അല്ലേ? അപ്പോൾ റമളാൻ അത്താഴത്തിന് എഴുന്നേൽക്കും. പക്ഷെ അത്താഴത്തിന് എഴുന്നേറ്റും ബാത്റൂം പോയി ബ്രഷ് ചെയ്തു വേഗം ഈ തിന്മേശയിലേക്ക് പോകുന്ന ആളുകൾ, ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ റമളാനിലുണ്ട്. പക്ഷെ പറയാണ് ഇതൊക്കെ ശീലിക്കാനും, കാരണം നമ്മൾ എന്തായാലും എഴുന്നേൽക്കുന്നുണ്ട്. വളരെ പുണ്യമായ ഒരു കർമ്മമാണ് അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരുപാട് വാരി വലിച്ച് തിന്നലൊന്നുമല്ല, വളരെ ബർക്കത്തുള്ള ഒരു ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. അത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒരു ഈത്തപ്പഴമാണെങ്കിലും ഒരു കാരക്കച്ചികളാണെങ്കിലും ബർക്കത്തുള്ള ഒരു ഭക്ഷണമാണത്. അത് നമുക്ക് ഉന്മേഷം തരും, നമുക്ക് പൂർത്തീകരിക്കാനുള്ള നല്ല ആഫിയത്ത് അതുണ്ടാക്കും. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിച്ച് ശീലിക്കാൻ പറ്റുന്ന ഈ തഹജ്ജുദ് നമസ്കാരം, അത് ഈ സന്ദർഭത്തിൽ റമളാനിൽ അത് പരിശീലിച്ചെടുക്കാൻ, റമളാൻ മൊത്തത്തിൽ ഒരു ട്രെയിനിങ് സീസണാണ് നമുക്കറിയാം. അപ്പോൾ അത് പരിശീലിക്കുക ഏറ്റവും പ്രധാനമാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അർദ്ധരാത്രി എഴുന്നേറ്റ് ഈ തഹജ്ജുദ് നമസ്കരിക്കുന്നവരുടെ മുഖത്തിന് പ്രത്യേകമായ ഒരു പ്രകാശം ഉണ്ടാകുമെന്നാണ്. കാരണം അവർ അർദ്ധരാത്രി അള്ളാഹുവിനോട് സങ്കടം പറയുന്നവരാ. അർദ്ധരാത്രി അള്ളാഹുവിനോട് സങ്കടം പറയുന്നവർ ഒരിക്കലും പകലിൽ മനുഷ്യരോട് പരാതിപ്പെടേണ്ടി വരില്ല എന്നാണ് പൊതുവെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. മൂന്നാമതായി നാം ശീലിക്കേണ്ടുന്ന ഒരു പുണ്യകർമ്മം ളുഹാ നമസ്കാരമാണ്.
ളുഹയെക്കുറിച്ച് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ധർമ്മമാണ് എന്നാണ്. ഓരോ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു 360 സുലാമ ജോയിൻസുകളുണ്ട് ജോയിൻസുകൾ. ഓരോ ജോയിൻറ്റിനും ഒരു സദഖ കൊടുത്തേ മതിയാകൂ. ഒരു പ്രഭാതം പുലരുമ്പോൾ ഒരു മനുഷ്യൻ ആഫിയത്തോടെ ഉണ്ടെങ്കിൽ, അവൻ്റെ ചലനാത്മകമായ ശരീരം അവനുണ്ടെങ്കിൽ, നല്ല ഘടനയോടുകൂടി അതിൻ്റെ ആ ശരീരത്തിലുള്ള ഒരു 360 ജോയിൻസിനുള്ള ഒരു സദഖ കൊടുക്കണം. എന്നാൽ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. 360 രൂപയാണെങ്കിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയുജ്സിഉ മിൻ ദാലിക്, ആ 360 പകരം മതിയാകും റകഅത്താനി യർകഉഹുമാ മിനൽ ളുഹ, 2 റകഅത്ത് ളുഹ. ഒരു ദിവസം 2 റകഅത്ത് ളുഹ നമസ്കരിച്ചാൽ 360 ദാനം നിർവഹിച്ചതിന് തുല്യമാണ്. അത് കൊടുക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി. അപ്പോൾ എപ്പോഴാണ് നിസ്കരിക്കുക? സൂര്യൻ ഉദിച്ചുയർന്ന്, അല്ലേ? ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുപ്പട്ട് തന്നെ സൂര്യനെ കുതിച്ചുയർന്നിട്ടുണ്ടാകും. നമ്മൾ പോകുമ്പോൾ വളൂ ചെയ്ത് 2 റകഅത്ത് നമസ്കരിച്ച് പോവുക. അതങ്ങനെ നമുക്കൊരു ളുഹറിൻ്റെ കുറച്ച് മുമ്പ് ഒരു 12, ഒരു 11:30, 11:45 വരെ അങ്ങ് നിസ്കരിക്കാം. നമുക്കത് ഒരു 11:30 മുമ്പ് ഹദീസിലൊക്കെ വന്നിട്ടുള്ളത് ഒട്ടക കുട്ടികൾ ചൂടുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പെട്ടയുന്ന ഒരു സമയമാണത്. അപ്പം നല്ല നമ്മുടെ ഒരു 10 മണി 10:30 മണി എന്നെല്ലാം പറഞ്ഞാൽ നല്ല ചൂടാകുന്ന സമയമാണ്. ഇവിടെ അത്രയൊന്നും വേണ്ട, ഒരു 8 മണിക്ക് തന്നെ നല്ല ചൂടാകും. ഏതായിരുന്നാലും സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു 10-11 അല്ലെങ്കിൽ ളുഹറിൻ്റെ കുറച്ച് മുമ്പ് വരെ നമസ്കരിക്കാവുന്ന നമസ്കാരം. നമുക്കത് രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് ഒരു 2 റകഅത്ത് നമസ്കരിച്ചാൽ എത്ര വലിയ ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവസാനത്തത് വിത്റാണ്. വിത്ർ എന്ന് പറഞ്ഞാൽ അതൊരു ദിവസത്തിൻ്റെ അവസാന നമസ്കാരമാണ്, ലാസ്റ്റ് നമസ്കാരം. അതിൻ്റെ അർത്ഥം ഒറ്റ എന്നാണ്. അള്ളാഹു ഇന്നല്ലാഹ വിത്റുൻ എന്ന് ഹദീസിലുണ്ട്. അള്ളാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്റ, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ഒരു റകഅത്ത്. അതുകൊണ്ട് ഫൗത്തിറു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിൻ്റെ അഖിലുകാരെ നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഒരു ദിവസത്തെ രാത്രി അവസാനിപ്പിക്കുമ്പോൾ ഇജ്അലു ആഖിറ സ്വലാത്തിക്കും, നിങ്ങളുടെ അവസാനത്തെ നമസ്കാരത്തെ നിങ്ങളാക്കൂ ബില്ലൈലി, രാത്രിയിൽ, വിത്റൻ, എന്ത്, അത് വിത്റാക്കി മാറ്റും. ഒരു സംശയമുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ അർദ്ധരാത്രി എന്നിട്ട് വിത്ർ നിസ്കരിക്കാൻ പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നൊരു ചോദ്യമാണത്. എന്താണ്? അപ്പം എഴുന്നേൽക്കുമ്പോൾ ഉറപ്പില്ലാത്ത ആളുകൾ, അല്ലേ, ഉറങ്ങിപ്പോകുമെന്ന് ഭയമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ തറാവിയ കഴിഞ്ഞ് അതിനുശേഷമുള്ള റവാത്തിബ് നമസ്കരിച്ച് ഷഫ്ഉം വിത്റും 2ഉം 1ഉം ഒരു മിനിമം 3എങ്കിലും നമസ്കരിച്ച് കിടക്കുന്നതായിരിക്കും നല്ലത്. ഇനി എഴുന്നേൽക്കും അലാരമൊക്കെ വെച്ച് അതൊക്കെ ശീലമാക്കി തഹജ്ജുദ് നമസ്കാരം, അല്ലേ, നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ലാസ്റ്റ് ഈ 1 നമസ്കരിച്ചാൽ മതി. അതൊക്കെ പതിവാക്കാൻ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു ഈ ചുവന്ന ഒട്ടകം. വളരെ വലിയ വെടിപ്പുള്ള ഒന്നാണ്. ഖിയാമത്ത് നാളിൽ അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് സൂറത്തു തക്വീറിൽ പറഞ്ഞിട്ടുണ്ട്. തക്വീറാണെന്ന് എൻ്റെ വേദൽ ഇഷാർ ഒത്തിലസ്, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ വിത്ർ നമസ്കാരം ഖൈറുൽ ലക്കും മിൻ ഹുമരിൻ നഅം, ഖൈറുൽ ലക്കും മിൻ ഹുമുരിൻ നഅം, മിൻ ഹുമുരിൻ നഅം, നിങ്ങൾക്ക് ചുവന്ന ഒട്ടകത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്, ഈ ഒരു വിത്ർ നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട നല്ല ശീലങ്ങൾ, സുന്നത്തുകളൊക്കെ തന്നെ നമ്മുടെ ഈമാനിനെ ചാർജ് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കാണണം. പവർ ബാങ്കുകളാണ് അത്. റമദാനിൽ തുടങ്ങി റമദാനിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതുമല്ല, റമദാൻ കഴിഞ്ഞിട്ടും അത് തുടരണം. കാരണം റമദാനിൻ്റെ റബ്ബ് തന്നെയാണ് ബാക്കിയുള്ള 11 മാസങ്ങളുടെ റബ്ബ് എന്ന ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ
പള്ളിയിൽ ആളുകൾ കുറയും റമദാൻ കഴിഞ്ഞാൽ, പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരിക്കലും കുറയുന്നില്ല. ആ കാരുണ്യത്തെ നുകരാനും അനുഭവിക്കാനുമുള്ള മാധ്യമമാണ്, വഴിയാണ്, സഹായകമായി വർത്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട സുന്നത്തുകൾ, നല്ല ശീലങ്ങൾ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അത് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ ഞങ്ങൾക്ക് സ്വീകാര്യമായ നോമ്പും ഇബാദത്തുകളും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഞങ്ങളെ നോൽക്കുന്ന നോമ്പ് അത് ഇഖ്ലാസുള്ള നോമ്പായി നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഈ മാസം മുഴുവൻ ആഫിയത്തോടുകൂടി ഈ കർമ്മം നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈ മാസം വന്നിട്ടും നോമ്പ് നോൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ആശുപത്രി കിടക്കകളിലും വീടുകളിലൊക്കെ ഉണ്ട്. അവർക്കെല്ലാം നീ ശിഫ ആഫിയത്ത് നൽകി അള്ളാഹുവേ ഈ മഹത്തായ കർമ്മം അവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മരണപ്പെട്ടു പോയി. പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ആശുപത്രികളിലാണ്. അള്ളാഹുവെ മരിച്ചു പോയവർക്ക് നീ മഗ്ഫിറത്തും രോഗികൾക്ക് നീ ശിഫായും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നീ നരകത്തിൽ നിന്ന് ഇത്തക്ക് ചൊല്ലുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ ഈ നരകത്തിൻ്റെ വിറകാക്കല്ലേ റഹ്മാനെ. എളുപ്പമുള്ള ഹിസാബും ഹൗദുൽ കൗസറും അർശിൻ്റെ തണലും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ റമദാൻ എല്ലാ നിലക്കും നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു മാസമാക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.